ഇന്ന് നമ്മൾ ബോട്ടിലാട്ട് തന്നെയാട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ഒന്നല്ല ഒരു 5 ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ 2 കോട്ട് പേസ്റ്റ് കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈറ്റ് ഗ്രീൻ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് മാത്രം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സീഡ്സ് ആണ്. അപ്പോൾ ഞാനിവിടെ ബിറ്റർ ഗേർഡിൻ്റെ സീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സീഡ്സ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു ട്രീ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിറ്റർ ഗേർഡിൻ്റെ സീഡ്സ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു ട്രീയിലേക്ക് ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒരു നടുക്ക് ഞാൻ കുറച്ച് റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൂമ്പൊടിയുടെ ഒരു എഫക്റ്റൊക്കെ കിട്ടാനായിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ട്രീക്ക് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സാബ്രീനി യൂസ് ചെയ്തിട്ട് കുറച്ച് ലീവ്സും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ലീവ്സാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്തെടുത്തപ്പം ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു ട്രീ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ലാസ്റ്റ് ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും. പിന്നെ ആ സീഡ്സ് ഒന്നും ഇങ്ങനെ ഒരിക്കലും ചീത്തയായി പോകുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു അടുത്ത ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് കളർ ഒരു വൂളൻ ത്രെഡാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ത്രെഡ് ബോട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അടക്കയുടെ ക്യാപ്പാണ്. അപ്പോൾ നമ്മൾ അടക്കയുടെ ആ ഒരു മേലുള്ള ഒരു ക്യാപ്പാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ തെങ്ങിൻ്റെ മേലൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയൊരു ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഫ്ലവേഴ്സും ക്രാഫ്റ്റൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അടക്കയുടെ ഒരു ക്യാപ്പ് വെച്ചിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കുറച്ച് നല്ല ടൈപ്പ് നോക്കിയെടുക്കുക, ചീത്തയാവാത്ത ടൈപ്പ്. അപ്പോൾ എന്നിട്ട് ഞാൻ അതൊരു റെഡ് കളർ ആക്രിലിക് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണമെന്നേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ മേലോട്ട് വീതി കുറഞ്ഞിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വളഞ്ഞ് വരുന്ന രീതിയിലാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കല്ലാതെ ഞാൻ നേരത്തെ കൈപ്പക്കയുടെ സീഡിൻ്റെ ഒരു ബോട്ടിലൊക്കെ ചെയ്ത പോലെ ഒരു ട്രീ പോലെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് പോലെയൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരം നിങ്ങളെ കയ്യിൽ ഇനിയിപ്പം വൈറ്റ് കളർ മുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിച്ച് കൊടുത്താലും നല്ലൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിൽ വാർണിഷും കൊണ്ട് അപ്ലൈ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ആയിട്ടുണ്ട്. ഒരു വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ്. വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എഗ് കാർട്ടനാണ്. അപ്പോൾ ആദ്യം ഞാനിത് 2-3 പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിസേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇറഗുലറായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ കുറച്ച് പീസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ എഗ് കാർട്ടൻസ് കീറുന്ന സമയത്ത് ഏകദേശം ഒരേ സൈസിൽ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ടാവും. ഞാൻ ആ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് മുഴുവൻ ഏകദേശം ഒരേ സൈസിലുള്ളതും പിന്നെ ആ ഒരു നെക്കിൻ്റെ അവിടേക്ക് ഇങ്ങനെ കുറച്ച് ചെറിയ പീസസ് ആയിട്ടും കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റ് ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് കുറച്ചൊരു ആൻറ്റിക് ലുക്ക് വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് ഗോൾഡ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു സ്പോഞ്ചിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എഗ് കാർട്ടൻസ് ഒട്ടിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ മേലെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മെറ്റാലിക് ഗോൾഡ് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു ബോട്ടിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ആ ഒരു മെറ്റാലിക് ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ആൻറ്റിക് ലുക്കും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അങ്ങനെ വാർണിഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, പിന്നെ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ടും. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന എഗ് കാർട്ടൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആൻറ്റിക് ബോട്ടിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. അതിൻ്റെ ആ ഒരു എഗ് കാർട്ടൻസിൻ്റെ ആ ഒരു ചുളിവൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാർബോണിൻ്റെ പീസാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു മേലുള്ള ഒരു കവറിങ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇങ്ങനെ പൊളിച്ച് മാറ്റുകയാണ്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കാർഡ്ബോർഡ് കിട്ടും. അപ്പോൾ നമ്മൾ അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ത്രെഡാണ്. അപ്പോൾ ഇത് പേപ്പർ ത്രെഡാണ്. നമ്മൾ ഈ പേപ്പർ ബാഗ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഹാൻഡിലാണ്.
ഞാനിവിടെ ഫുള്ളായിട്ട് ഒരു കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പേപ്പർ ബാഗിൻ്റെ ഹാൻഡിൽ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പീസസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇടക്കായിട്ട് നമ്മളൊരു ഡിസൈനിങ് പോലെ നമ്മൾ ആ ഒരു പേപ്പർ ബാഗിൻ്റെ ഹാൻഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ സ്പൈറലായിട്ട് ചുറ്റി വരുന്ന രീതിയിലോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചെക്കായിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പ്രത്യേക ഒരു പാറ്റേണിൽ ഇങ്ങനെ കുറച്ച് മേലെയും താഴെയൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ഈ കാർബോണിൻ്റെ പീസസ് ഒട്ടിച്ചത് ഒന്നിങ്ങനെ ഹൊറിസോണ്ടലായിട്ടാണെങ്കിൽ അടുത്തതൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ആ ഒരു രീതിയിൽ ഓപ്പോസിറ്റായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനിതാ ഈ ഒരു സിമ്പിളായിട്ടൊരു പാറ്റേണിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന് ചെറിയൊരു ആൻറ്റിക് ലുക്കും കൂടെ വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ കളേഴ്സും പിന്നെ അതുപോലെ മെറ്റാലിക് കളേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഓരോ കാർഡ്ബോർഡിൻ്റെ പീസിലേക്ക് ഇങ്ങനെ ഇടവിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരൊറ്റൊരു കളറിൽ മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പേൾ സിൽവർ എടുത്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ബ്ലാങ്ക് ആയിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ പീസസ് ഒന്നും ഒട്ടിക്കാത്ത ആ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നെക്കിൻ്റെ സൈഡിൽ ചെറിയൊരു സിൽവറിൻ്റെ ഒരു ലേസും വെച്ചിട്ടൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തും. അപ്പോൾ അങ്ങനെ നമ്മളെ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ആൻറ്റിക് ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ തന്നെയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കപ്പയാണ്. ടാപ്പിയോക്ക മരച്ചീനി എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തൊലി ഒന്ന് ആദ്യം ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. ഇത് പൊളിച്ചെടുക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പൊളിച്ചെടുത്താൽ മതി. ആ ഒരു വൈറ്റ് പോർഷൻ അടക്കം ഇങ്ങനെ പൊളിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് ഭാഗം നമുക്ക് വേണ്ട, അതിൻ്റെ പുറത്തുള്ള ഒരു തിന്നായിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നല്ല പ്രത്യേക ഒരു ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു തൊലി കാണാനായിട്ട്. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ കുറച്ചിങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ ഡ്രൈ ആക്കി എടുത്തു. കാരണം ഈ കപ്പയുടെ തൊലിയുടെ പുറത്ത് നന്നായിട്ട് മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ അല്ല കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രൗൺ പേപ്പർ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പയുടെ തൊലി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു തൊലി എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഡ്രൈ ആകുന്ന സമയത്ത് സൈഡിലൊക്കെ അങ്ങനെ ചുളിവുകളൊക്കെ വരും, ചുരുണ്ടിരിക്കും. ആ ഒരു ഭാഗം നമ്മൾ നിവർത്തിയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ പെയിൻ്റ് ഒക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ആൻറ്റിക് ലുക്കൊക്കെ വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെറ്റാലിക് കളറും പിന്നെ അതുപോലെ പേൾ കളേഴ്സൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചുമ്മാ കളയുന്ന കപ്പയുടെ തൊലി വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് ഒരു ആൻറ്റിക് പോട്ട്ലായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള ആൻറ്റിക് പോട്ട്ലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.